ഇപ്പോൾ നിങ്ങൾ 10th സ്റ്റേറ്റിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ അതിനകത്ത് ആദ്യ ഭാഗത്ത് അവർ ആവർത്തിയെക്കുറിച്ച് പറയുന്നിടത്ത് ഈ ഓസിലേഷൻ്റെ എക്സാമ്പിൾ ഹായ് HSA ഫിസിക്കൽ സയൻസിൻ്റെ വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഈ ക്ലാസ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് തരംഗചലനമെന്നും അതിലെ പലതരത്തിലുള്ള തരംഗചലനങ്ങളെക്കുറിച്ചിട്ടും തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളെക്കുറിച്ചിട്ടും യാന്ത്രിക തരംഗം, വൈദ്യുതകാന്തിക തരംഗം, ദ്രവ്യതരംഗം തുടങ്ങിയവയുടെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പറഞ്ഞു. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിനകത്തെ ടേംസും ഉച്ചമർദ്ദ മേഖല, ന്യൂനമർദ്ദ മേഖലയും, ക്രസ്റ്റും ട്രഫും ഒക്കെ നമ്മൾ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ജലതരംഗങ്ങൾ, അല്ലെ ജലോപരിതല തരംഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. ഇവിടെ ഇനി നമുക്ക് പ്രയാണ തരംഗത്തിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്ന ടോപ്പിക്ക് തൊട്ടിട്ടാണ് തുടങ്ങാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ട ശേഷം ഇത് കാണാൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേണിലുള്ള ഫ്ലോയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലേ? എന്താണ്? പോസിറ്റീവ് എക്സ് അക്ഷത്തിലെ ദിശയിൽ സന്തുലിത സ്ഥാനത്ത് നിന്നും സമയത്തിനനുസരിച്ച് സമയത്തുള്ള വസ്തുവിന് സ്ഥാനത്ത് നിന്നും ടി സമയത്തുള്ള വസ്തുവിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് y(xt) = നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അത് പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ വരുമ്പോൾ a sin kx - ωt+φ ആണ്. a sin kx - ωt+φ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിലെ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് എക്സ് അക്ഷത്തിൽ വരുമ്പോഴോ ടി സമയത്തുണ്ടാവുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ y(xt) a sin kx + ωt. അപ്പം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ +ωt, പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ വരുമ്പോൾ -ωt. ഇതാണ് അതിനകത്ത് വ്യത്യാസം. ആ ഡയറക്ഷൻ മാറുമ്പോഴുള്ള ഇക്വേഷൻ്റെ മാറ്റവും അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്. a sin kx + ωt+φയും a sin kx - ωt+φയും. അതിൽ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതിയാണ്. അതിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ കാണിക്കുക. തരംഗത്തിൻ്റെ കോണീയ ആവർത്തിയാണ് ഒമേഗ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് വേവ്സ്. അതിൻ്റെ റേഡിയൻ പെർ സെക്കൻഡ് ഒക്കെയാണ് അതിൻ്റെ യൂണിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ കോണീയ തരംഗ സംഖ്യ, ആംഗുലാർ വേവ് നമ്പർ കെ എന്നുള്ളതാണ് കെ കാണിക്കുന്നത്. കെ കോണീയ തരംഗ സംഖ്യയാണ് കെ കാണിക്കുക. അതേപോലെ ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഇനീഷ്യൽ ഫേസിനെയാണ് അത് കാണിക്കുക. അതുപോലെ ഇതിനകത്തെ kx + ωt+φ ഈ ടേംസ് മൊത്തത്തിൽ അറിയപ്പെടുന്ന ഫേസ് എന്നാണ് അറിയപ്പെടുക. ഇനീഷ്യൽ ഫേസിനെയാണ് ഫൈ എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കൊണ്ട് കാണിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ ഫോർമുല. ഒരു കണികയുടെ പോസിറ്റീവ് ദിശയിലുള്ള പരമാവധി സ്ഥാനാന്തരത്തെ തരംഗ ശൃംഖമെന്നും ഒരു കണികയുടെ നെഗറ്റീവ് ദിശയിലുള്ള പരമാവധി സ്ഥാനാന്തരത്തെ തരംഗ ഗർത്തമെന്നും ക്രസ്റ്റ് എന്നും ട്രഫ് എന്നും എന്ന് പറയുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മളത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആയതിയും ഫേസും, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സന്തുലിത സ്ഥാനത്ത് നിന്നും, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. സിമ്പിളായിട്ട് ഈ വേവിൻ്റെ കേസിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എ എന്നുള്ളതൊക്കെ കാണിക്കും, അല്ലേ? അതാണ് ആയതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ, ആയതി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എ. ആയതി എയുടെ മൂല്യം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും വരിക എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, തരംഗ സമവാക്യത്തിലെ kx - ωt+φ എന്ന് പറയുന്ന ഈ പദം തരംഗത്തിൻ്റെ ഫേസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ kx - ωt+φ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ആണ്. ഫേസ് t 0 ആകുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള ആ ഒരു x = 0 സ്ഥാനാന്തരവും t = 0 സമയവുമായിരുന്ന സാഹചര്യത്തിലുള്ള ഫേസിനെയാണ് ഫൈ, പ്രാരംഭ ഫേസ് അഥവാ ഇനീഷ്യൽ ഫേസ് ഫൈ എന്ന് പറയുന്നു. kx - ωt+φ ആണ് ഫേസ്. പ്രാരംഭ ഫേസ് അഥവാ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഫൈ, വെറുതെ ഫൈ എന്നുള്ളത് നമ്മളവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തരംഗ ദൈർഘ്യവും കോണീയ തരംഗ സംഖ്യയും, വേവ് ലെങ്ത് ആൻഡ് ആംഗുലാർ വേവ് നമ്പർ, അതാണ് അടുത്ത ടേംസ് പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ടേംസിനെ തന്നെ വിശദീകരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, അതായത് ഒരു വൈബ്രേഷൻ കൊണ്ട് പോകുന്ന സമയത്ത് ഈ സാധനം എന്തോരം ദൂരം ട്രാവൽ ചെയ്യും ഒരു കംപ്ലീറ്റ് വൈബ്രേഷനിൽ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡ് പോയിന്റ് കണ്ടോ, ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ലെങ്ത് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് പറയാറുണ്ട്, രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയൊക്കെ നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് കാണിക്കാറുണ്ട്. മീറ്ററാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. അപ്പം മാധ്യമത്തിലെ കണികകൾ
ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് തരംഗ ദൈർഘ്യം എന്ന് വിളിക്കുന്നത്. ഒരു തരംഗത്തിലെ അടുത്തടുത്തുള്ള രണ്ട് ശൃംഖങ്ങളുടെ അല്ലെങ്കിൽ ഗർത്തങ്ങളുടെ ഇടയിലുള്ള ദൂരവുമായിട്ടും എന്തിനെ പറയാം? തരംഗ ദൈർഘ്യത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡയാണ്. തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പം ഇതെല്ലാം വേവ്സിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ആ ടേംസിനെ അറിഞ്ഞിരിക്കണം. അവർ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി തരംഗ ദൈർഘ്യം ലാംഡ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി, 2π/k ആണ്. 2π/k ആണ്. അങ്ങനെ ആകുമ്പോൾ k എന്ന് പറയുന്നത് എന്താ? 2π/λയാണ്. 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 k = 2π/λ. അപ്പോൾ ഇവിടെ k എന്നത് തരംഗത്തിൻ്റെ കോണീയ തരംഗ സംഖ്യയാണ്. കെയുടെ SI ഉണ്ടെന്ന് പറയുന്നത് റേഡിയൻ പെർ മീറ്റർ ആണ്. k തരംഗത്തിൻ്റെ കോണീയ തരംഗ സംഖ്യ, ആംഗുലാർ വേവ് നമ്പറാണ് k കാണിക്കുന്നത്. 2π/λ. ദെൻ λ = 2π/k എന്നുള്ളതാണ് അടുത്ത ഒരു വാല്യൂ ആയിട്ട് വരുന്നത്. ഒരു പൂർണ്ണ ദോലനത്തിലൂടെ കടന്നു പോകാൻ മാധ്യമത്തിൻ്റെ ഏതൊരു ഘടകവും കണികയും എടുക്കുന്ന സമയത്തിനെ ആ ദോലനത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നു. നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്തല്ലേ നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുക. അതേപോലെ തന്നെ ഒരു പൂർണ്ണ ദോലനത്തിലൂടെ കടന്നു പോകാൻ ഓരോ കണികയ്ക്കും എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. സമയം, ടൈം പീരീഡ്. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെ തരംഗത്തിൻ്റെ പീരീഡ് എന്ന് പറയും. അപ്പോൾ പീരീഡ് ജനറലി പറയുന്ന പോലെ തന്നെ തരംഗത്തിനും നമുക്ക് പീരീഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെന്താ? തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിൽ ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിൻ്റെ പീരീഡായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. തരംഗത്തിൻ്റെ പീരീഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാ? അത് T ആണ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അത് സെക്കൻഡ് ആയിരിക്കും. അതേപോലെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെ നമുക്ക് ഫ്രീക്വൻസി ന്യൂ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ സ്മോൾ എഫ് ഒക്കെ വെച്ചിട്ട് കാണിക്കാറുണ്ട്. ഫ്രീക്വൻസി ന്യൂ അഥവാ എഫ് ഒക്കെ വെച്ച് കാണിക്കാറുണ്ട്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ 10th സ്റ്റേറ്റിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യ ഭാഗത്ത് അവർ ആവർത്തിയെക്കുറിച്ച് പറയുന്നിടത്ത് ഈ ഓസിലേഷൻ്റെ എക്സാമ്പിൾ, ഈ സിമ്പിൾ പെന്നിൽ വെച്ചുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. സിമ്പിൾ പെന്നിൽ ഇങ്ങനെ ആട്ടി വിടുന്നു, ലെങ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അതേപോലെ ഒരു നമ്മളുടെ പഴയകാല ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം നിർമ്മിച്ച കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇൻവാർ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്ന എപ്പോഴാണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് തിരിച്ച് അപ്പുറത്തേക്ക് പോയി തിരിച്ച് ആ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് എത്ര തവണ അവർ കംപ്ലീറ്റ് ചെയ്യും, എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ 30 ഓസിലേഷനോ, അതായത് 30 ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ 60 ടിക് 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 അങ്ങോട്ടും ഇങ്ങോട്ടും 60 സെക്കൻഡ് കൊണ്ട് 30 ഓസിലേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 60 സെക്കൻഡ് കൊണ്ട് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 0.5 എന്നൊക്കെ കിട്ടും. അതായത് ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം കാണാനായിട്ട് ടോട്ടലായിട്ടുള്ള എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടലായിട്ടുള്ള ഓസിലേഷൻസിൻ്റെ എണ്ണം 30ഉം അതേ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് വാല്യൂ കൊടുക്കുക. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ആയതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ 1/2 എന്നുള്ള അല്ലെങ്കിൽ 0.5 എന്നുള്ള ആൻസറൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഞാനത് പറഞ്ഞത് ഒന്ന് റെഫർ ചെയ്യാനായിട്ടാണ്. ഏറ്റവും ബേസിക് ആയുള്ള കാര്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് ആവർത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹെഡ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഹെൻറിച്ച് ഹെർട്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഇനി ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമുക്ക് അതിൻ്റെ റിലേഷനാണ് അല്ലേ. ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് ആണ് ടൈം പീരീഡ്. ഈ റിലേഷൻ കൂടി ഓർത്തിരിക്കാം. അതുകൊണ്ട് 1/ടൈം പീരീഡ് അല്ലെങ്കിൽ 1/സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഹെഡ്സ് ആയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1നെയാണ് ഹെഡ്സ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കുക. ആവർത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓരോ 2π ഫേസ് വ്യത്യാസത്തിലും സൈൻ ഫലനത്തിൻ്റെ വിലകൾ ആവർത്തിക്കുന്നതിനാൽ φ = 2π = ωt എന്നുള്ള റിലേഷൻ എടുക്കാൻ പറ്റും. അഥവാ ω നമുക്ക് ജനറൽ ആയിട്ട് ω = 2π/t, ω = 2π/t എന്നുള്ള റിലേഷൻ കൂടി ഓർത്തിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ω = 2π/t, ഒമേഗയും ടി തമ്മിലുള്ള റിലേഷൻ ω = 2π/t ആണ്. കോണീയ ആവർത്തിയാണ് ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ആവർത്തി എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണ് നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ആവർത്തി ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ω = 2π/t കിട്ടിയിട്ടുണ്ട് അല്ലേ. ω = 2π/t ആണെങ്കിൽ t = 2π/ω എന്ന് എഴുതാമല്ലോ. t = 2π/ω ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് ω/2π
2π എന്നും എഴുതാം. ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് മറിഞ്ഞും പ്രോബ്ലംസ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പോൾ അടുത്ത എന്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ സ്ട്രിങ്ങിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്ട്രിങ്ങിലുള്ള വേവിൻ്റെ മോഷൻ, അതേപോലെ സൗണ്ട് പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, സൗണ്ടിൻ്റെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ച് സൗണ്ട് അൾട്രാസോണിക്, ഇൻഫ്രാസോണിക് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓൾറെഡി ഒരു 4-5 പാർട്ടായിട്ട് എൻ്റെ ആപ്പിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സുകളൊക്കെ. ഓൾറെഡി അത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ആ ടോപ്പിക്കിൻ്റെ ഒരു ബേസ് ഞാൻ ഈ 2 ക്ലാസ്സുകളിലായിട്ട് ഇട്ട് തന്നിരിക്കുന്നു മാത്രം. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്യുക. പക്ഷേ ചോദ്യപ്പെട്ടി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. 50 പാർട്ടോളം ഇപ്പോൾ ചോദ്യപ്പെട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ് ടു എക്സാം വരെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകളെ മുഴുവൻ സമഗ്രമായി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. സോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.